നിങ്ങളുടെ കയ്യിൽ ഒരു 2,60,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കി കൊണ്ടുപോവാം വിത്ത് എല്ലാ ഫീച്ചേഴ്സും കൂടി. ഇപ്പൊ ഇറങ്ങുന്ന ഒരു ZXi വണ്ടിയുടെ ഫീച്ചേഴ്സ് എല്ലാം 23 2023 ഒരു കൊല്ലല്ല 6 മാസത്തിനടുത്തായിട്ടുള്ള പഴക്കമുള്ളൂ. ഒരു പുലിക്കുട്ടൻ ഡസ്റ്ററിൽ ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ വണ്ടി. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഡീസലിൽ വളരെ റയറാണ് കിട്ടാൻ വരുന്നത്. ഐ.ടി ഒക്കെ അടയ്ക്കുന്ന ആളൊക്കെയാണെങ്കിൽ നമുക്കൊരു 7 years വരെ ലോൺ ചെയ്തോളൂ. യൂസ്ഡ് ടു യൂസ്ഡ് കാറിന് ആരും കൊടുക്കാത്ത ഒരു എക്സ്ചേഞ്ച് ബോണസ്. നിങ്ങളുടെ കയ്യിൽ ഒരു യൂസ്ഡ് കാർ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതിലൊരു ബോണസ് നിങ്ങൾക്ക്. അത് ഓരോ വണ്ടിക്ക് 10,000 to 15,000 രൂപ വരെ ആ ബോണസ് ഉണ്ടാവും. പുത്തൻ പുതിയ വണ്ടിയാണ്. 2023 മോഡലാണ്. കിയറിന്റെ കാരൻസ് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 7 DCT ആണ് വരുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ സിട്രോണിന്റെ C3 ഒക്കെ കാണുന്നുണ്ട്. സിട്രോൺ ഉണ്ട്, മാഗ്നൻ ഉണ്ട്. പക്ഷേ അതിൽ കുറെ വണ്ടികളൊക്കെ ബുക്കിംഗ് ആണ്. പിന്നെ ലോങ് ഡ്രൈവ് ഒക്കെ 1.6 ഡ്രൈവിംഗ് പറഞ്ഞാൽ കംഫർട്ട് ആയിട്ട് അടിപൊളിയാണ്. ടാറ്റ നെക്സോൺ EV എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും, ഇവിടെ EV പോലല്ലേ ഡൗട്ട് ആയിരിക്കും. ഇതിപ്പോ നമ്മള് ഫസ്റ്റ് വീഡിയോയിൽ ഒരു EV ഉണ്ടായിരുന്നു, പിന്നെ രണ്ടാമത് വേറെ ഉണ്ടായിരുന്നു. ഇതിപ്പോ വന്നത് ലേറ്റസ്റ്റ് വണ്ടിയാണ്. 2017 റിസൾട്ടിൽ ഇറങ്ങിയ എക്സസ് സൺറൂഫ് അടക്കമുള്ള ഫുൾ ഓഫ് പെട്രോൾ ഓട്ടോമാറ്റിക് 1.6 ആണ് എൻജിൻ. ഇപ്പൊ റെനോൾട്ടിന്റെ ഒരു നല്ലൊരു ഡസ്റ്റർ ഇവിടെ അവൈലബിൾ ആണ്. 2016 മോഡൽ, ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പൊ റെനോൾട്ട് വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യാം. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാർസോൺ കാർ ആൻഡ് ബൈക്കിലാണ്. കാലിക്കറ്റുള്ള ഷോറൂമാണ്. കാലിക്കറ്റ് അത്താണിക്കുള്ള ഷോറൂമിലാണ്. പുതിയ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാർച്ച് മാസമാണ്, ഒരുപാട് പുതിയ കളക്ഷൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോളിംഗ്. അപ്പൊ നമ്മളെ ഇന്നത്തെ കാറിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് വൈശാഖാണ്. ഹായ്. നമ്മൾ ഏകദേശം കണ്ടിട്ട് ഏകദേശം ഒരു 5-6 മാസമായില്ല നമ്മളൊരു വീഡിയോയിൽ വന്നിട്ട്. ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ട് 6 മാസത്തിന്റെ അടുത്തായി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വേറെ വേറെ ആളുകളാണ് കൂടുതൽ. അതെ അതെ അതെ. അതിന്റെ ഇടയിൽ അഭിനവ് ഉണ്ടായിരുന്നു കുറെ കാലം. വൈശാഖ നമ്മളെ വീഡിയോയിൽ വന്നിട്ട് ഏകദേശം ഒരു 5-6 മാസത്തിന് മേലെയായി. ഒരുപാട് കാലത്തിന് ശേഷമാണ് വീണ്ടും വന്നിരിക്കുന്നത്. മാർച്ച് മാസമാണ്. എന്താണ് അവസ്ഥ? മാർച്ച് നമ്മള് കൂടുതൽ പ്ലാൻ ചെയ്യുന്ന ഈ മാസം നമ്മൾ 100 വണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. മാസം കോസ്റ്റിംഗ് ആണ്. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ടാവും. ഓഫർ കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്കൊരു എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടാവും. യൂസ്ഡ് ടു യൂസ്ഡ് കാറിന് ആരും കൊടുക്കാത്ത ഒരു എക്സ്ചേഞ്ച് ബോണസ്. നിങ്ങളുടെ കയ്യിൽ ഒരു യൂസ്ഡ് കാർ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതിലൊരു ബോണസ് നിങ്ങൾക്ക്. അത് ഓരോ വണ്ടിക്ക് 10,000 to 15,000 രൂപ വരെ ആ ബോണസ് ഉണ്ടാവും. അതായത് നമ്മളെ കയ്യിലൊരു വണ്ടി ഉണ്ട്, വേറൊരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ ആ വണ്ടിക്ക് ആരും യൂസ്ഡ് കാറിന് ഒരിക്കലും ബോണസ് കൊടുക്കുന്ന ന്യൂ കാറിന് മാത്രമേ ഉള്ളൂ. യൂസ്ഡ് ടു യൂസ്ഡ് കാറിന് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങൾ, ഓഫേഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യുന്നില്ല. ആ ഓഫറിന് കൂടാതെ തന്നെ അതിനും കൂടിയുള്ള ബെനിഫിറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് ആയിരിക്കും ഈ മാസം നമ്മൾ പ്ലാൻ ചെയ്യാം. ഇപ്പൊ നമ്മളെ കയ്യിൽ ഏകദേശം എത്ര കളക്ഷൻസ് ആണ്? ഏകദേശം 130 ആ റേഞ്ചിലേക്കാണ് ലൈവ് സ്റ്റോക്ക് ഉള്ളത്. ഇന്നത്തെ കളക്ഷൻസ് തുടങ്ങിയാലോ? ഇന്ന് നമുക്കൊരു മിക്സഡ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ചെറിയ ബഡ്ജറ്റ് മുതൽ വലിയ ബഡ്ജറ്റ് വരെയുള്ള വണ്ടികൾ, എല്ലാ കാറ്റഗറിയും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വോക്സ്വാഗനിൽ തുടങ്ങാം. വോക്സ്വാഗന്റെ ഒരു വെന്റോ ഉണ്ട്, പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. 2010 മോഡൽ. 2010 മോഡൽ. ഏതാ വേരിയന്റ് വരുന്നത്? ഹൈലൈൻ ആണ്. അന്ന് ഇറങ്ങിയതിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിൽ പറഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഡുവൽ എയർ ബാഗ്, മോട്ടോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. പറഞ്ഞാല് നിങ്ങളുടെ കയ്യിൽ ഒരു 2,60,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കി കൊണ്ടുപോവാം വിത്ത് എല്ലാ ഫീച്ചേഴ്സും കൂടി. ഇപ്പൊ ഇറങ്ങുന്ന ഒരു ZXi വണ്ടിയുടെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് 2010. പിന്നെ ഇതിന്റെ ഇൻഷുറൻസ് IDV 2,70,000 രൂപ, ഫുൾ കാർ ഇൻഷുറൻസ്. അതെ, വണ്ടി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻഷുറൻസിന്റെ IDV വണ്ടിക്ക്. അത് വലിയൊരു കാര്യമാണ്. ലോണ് പറഞ്ഞാൽ നമ്മൾ മാക്സിമം 2010 വണ്ടിനെ കൊണ്ട് കയറി കിട്ടാൻ റിസ്ക് ആയിരിക്കും. കാരണം കിട്ടുകയാണെങ്കിൽ തന്നെ മാക്സിമം 24 ഒരു വർഷമൊക്കെ ടേൺ ഓവർ ഉണ്ടാവും. അതായത് ടാക്സ് വരുന്ന ടൈം വരെ മാക്സിമം കമ്പനി ലോൺ കൊടുക്കും. ടാക്സിന്റെ 25 ടാക്സ് വരും 2010 ആവും. അപ്പൊ ലോൺ കിട്ടില്ല. റെഡി ക്യാഷ് എടുക്കുകയാണെങ്കിൽ വളരെ ബെനിഫിറ്റ് ആയിരിക്കും. മാനുവൽ വേണ്ടി ഫുൾ ഓപ്ഷൻ പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. ഹൈലൈൻ ആണ്. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ക ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ടയർ ആയാലും അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ട്. ബാക്കിലത്തെ ടയർ ഏകദേശം ഒരു 60 ആണ്. ഫ്രണ്ട് ഏകദേശം 90%. ഫ്രണ്ട് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. പിന്നെ സീറ്റർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ?
നമ്മളൊരു ചെറിയ രൂപയ്ക്ക് 2010 എന്നാലും ആ ഒരു മോഡലിലേക്ക് നോക്കുമ്പോൾ ആൾട്ടോ പോലുള്ള വണ്ടികൾ എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു 1.70 2 രൂപയൊക്കെ കൊടുത്തെടുക്കുന്ന ആൾക്ക് കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് വരും, എല്ലാ ഓപ്ഷൻസോടും കൂടിയ. അന്നത്തെ കാലത്ത് തന്നെ ഇത്രയും ഫീച്ചേഴ്സ് വരികയെന്ന് പറഞ്ഞാൽ തന്നെ. പിന്നെ വേറെ കാര്യം, ഡീസൽ എഞ്ചിൻ അല്ല, പെട്രോൾ ആണ്. ഇഞ്ചക്ടർ പണി കാര്യങ്ങളൊന്നും പേടിക്കാനില്ല, ചെറിയ മെയിൻ്റെനൻസ് കാര്യങ്ങളെ വരാനുള്ളൂ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട്. മൈലേജ് ഒരു 10 to 15 എക്സ്പെക്ട് ചെയ്യാം മാക്സിമം. ഓക്കെ, നല്ല കാര്യം. എങ്ങനെയാ അപ്പൊ അതിന്റെ ആസ്കിംഗ് പ്രൈസ്? 260 കൊടുക്കാം. 260 ചെറിയ രീതിയിൽ മാറ്റം വരുത്തി കൊടുക്കാം. ഓക്കെ, ചെറിയ 250 വരെ ഫൈനൽ കൊടുക്കാം. ഓക്കെ, നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ആ ഒരു 2010 മോഡൽ തന്നെ അത്രയും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയും കൂടിയാണ്. പിന്നെ പെട്രോൾ ആണ്, അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നേരെ വന്നോളൂ, വോക്സ് വാഗന്റെ വെന്റോ. അടുത്ത് ഡാറ്റ്സന്റെ ഒരു ഗോ ഉണ്ട്. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2015 മോഡലാണ്. 2015 മോഡല്. നമുക്ക് വേണമെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓൺ കൊടുക്കാം. വേരിയന്റ് ഏതാ വരുന്നത്? വേരിയന്റ് ടി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതിൽ 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്. ടി എന്ന് പറയുമ്പോൾ നമ്മളെ ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴത്തെ ഒരു 10,000 രൂപ അലവിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സീറ്റോർ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എയർ ബാഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സ്റ്റീരിയോ കാര്യങ്ങൾ ഒക്കെ എൻബിൽഡ് ആയിട്ട് വരുന്നത്. മാനുവൽ പെട്രോൾ, അതായത് 1.2 എഞ്ചിൻ CC വരിക. സ്വിഫ്റ്റിന്റെ ഒക്കെ എഞ്ചിൻ പവർ ഉണ്ടാവും. 2015 സ്വിഫ്റ്റ് നമ്മൾ എടുക്കണമെങ്കിൽ ഏകദേശം 5 ലക്ഷം റുപ്യ എടുത്ത് റേഞ്ച് വരണം. അതായത് നമ്മൾ ചോദിക്കുന്ന പറഞ്ഞാൽ 2.15 വെറും ആസ്കിംഗ് വില. 2.10 കൊടുക്കട്ടോ. നല്ല പ്രൈസിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. 1 ഇയർ ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിക്കും. ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ പക്കയാണ്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും മോണ്ട് റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വേറെ മേജർ ഒന്നും. 68,000 കിലോമീറ്റർ ആണ് പെട്രോൾ എഞ്ചിന്. 1.2 എഞ്ചിൻ CC. 68,000 കിലോമീറ്റർ ഓടി. നമ്മളൊരു സ്വിഫ്റ്റ് എടുക്കുന്ന ഒരു എഞ്ചിൻ പവർ ഉണ്ടാവും. സ്വിഫ്റ്റിന്റെ അത്ര ആവില്ല, കമ്പാരിറ്റീവ്ലി എഞ്ചിൻ പവർ ആ ഒരു ഫീലിംഗ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. മനസ്സിലായി. നമുക്ക് ഫുൾ ലോൺ വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം 2 lakhന്റെ ഒക്കെ എടുത്തായിട്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് നമ്മള് എക്സ്പ്രസോയിലേക്ക് വന്നില്ലേ? എക്സ്പ്രസോ ഏതാ മോഡല്? ഇത് 21 മോഡല്, ഡിസംബർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 21 VXI, അതായത് VXI പ്ലസ് ഫുൾ ഓപ്ഷൻ വരും. ഫുൾ ഓപ്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ടച്ച് ആയിരിക്കില്ല, സീറ്റ് കവർ ഉണ്ടാവില്ല, ബാക്ക് പാർസൽ ട്രേ ഉണ്ടാവില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. നമ്മൾ എടുത്തുനിന്ന് തന്നെ 5 മാസം മുന്നേ നമ്മൾ കൊടുത്തതാണ് കസ്റ്റമർക്ക്. കസ്റ്റമർ അബ്രോഡ് പോകുന്നതിനെ കൊണ്ട് നമുക്ക് തന്നെ തിരിച്ചു തന്നാണ്. അപ്പൊ ആൾക്ക് അത്യാവശ്യം നമ്മൾ റിട്ടേൺ പോളിസി എല്ലാം കൊണ്ട് അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് തന്നെ വണ്ടി തിരിച്ച് നമ്മൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ കൊടുക്കുമ്പോൾ 2000 കിലോമീറ്ററും ഇപ്പൊ ആൾ ഓടിയത് വെറും 2500 കിലോമീറ്റർ. ടോട്ടൽ ഏകദേശം 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ക വാറന്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 470. പുതിയ ഓൾമോസ്റ്റ് 6,75,000 രൂപ എടുത്ത് ഓൺ റോഡ് വില ഉണ്ട്. ലോൺ ഡേയ്സ് ഇപ്പൊ എങ്ങനെയാ? ലോൺ നമുക്ക് ഏകദേശം ഒരു 85% വരെ ഒരു 1 lakh കൈപ്പ് ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. 1 lakhന്റെ ചോട മതി. പ്രൊഫൈൽ അനുസരിച്ച് 50-60 രൂപ ആവറേജ് ഒരു 1 lakh ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. നോർമൽ സ്കീം ഇറക്കി കൊടുക്കും. പ്രൊഫൈൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈൽ ഉണ്ടല്ലോ അല്ലേ? ടയേഴ്സ് ഒക്കെ അധികം ഓടിയിട്ടില്ലല്ലോ. ഇല്ല, അത് ഇങ്ങനത്തെ വണ്ടികൾ ഇപ്പം കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ലേഡീസ് കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ ജെൻസിനെക്കാട്ടും അവർക്ക് ഒരു കോമ്പാക്ട് XUV എന്നുള്ള രീതിയിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുക. പിന്നെ മൈലേജ് ഒരു 18 to 20 റേഞ്ചിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മാനുവൽ 20 റേഞ്ചിൽ എന്തായാലും കിട്ടും. 1000 CC ആണ് എഞ്ചിൻ വരുന്നത്. നമ്മുടെ വാഗണർ, അൾട്ടോ, കേട്ടർ അതിന്റെ ഒക്കെ സെയിം എഞ്ചിനാണ് സെലേറിയസ്. ഓക്കെ, അടുത്ത നമ്മള് കിയയിലേക്ക് വന്നില്ലേ? കിയന്റെ കാരൻസ് 7 സീറ്റർ. 7 സീറ്ററിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. 7 DCT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടി 7 DCT. ഏകദേശം പുതിയ 24 ലക്ഷം റുപ്യ ഓൺ റോഡ് വില ഉണ്ട് ഇപ്പോൾ. കിയന്റെ ഷോറൂം കൂടെ തന്നെ ഉണ്ടല്ലോ. അന്വേഷിച്ച് വന്നതല്ലോ. 23 വണ്ടി ഇറക്കണം. 4 കൊല്ലം വരെ എന്തായാലും 23 2023 ഒരു കൊല്ലമല്ല 6 മാസത്തിനടുത്തായിട്ടുള്ള പഴക്കമുള്ളൂ. മാർച്ചില് സെപ്റ്റംബർ 6 മാസം കിലോമീറ്റേഴ്സാ? 10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റേഴ്സ് സിംഗിൾ ഓണർഷിപ്പിലുള്ള അണ്ടർ വാറന്റി ഉള്ള വണ്ടി. 19-25 കൊടുക്കും. പുതിയ എത്രയാണ് പറഞ്ഞത്? ഏകദേശം 24 ലക്ഷം രൂപ. 4-4.4 റേഞ്ചിൽ വ്യത്യാസമാണ്. പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് ബാർഗൈൻ റേറ്റ് ചെയ്ത് നോക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം. ലോൺ അത്യാവശ്യം നല്ലൊരു പ്രൊഫൈൽ കിട്ടുമല്ലോ. ഒരു ഐറ്റൊക്കെ അടയ്ക്കുന്ന ആളൊക്കെയാണെങ്കിൽ നമുക്കൊരു 7 years വരെ ലോൺ ചെയ്തു. അത്യാവശ്യം 23 മോഡലല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല റെഡി ക്യാഷ് ആണെങ്കിൽ ഒരു 4-4.25 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ടാവും പുതിയതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അണ്ടർ വാറണ്ടിയിൽ കിലോമീറ്റർ ഓടിയിട്ടില്ല, റീപ്ലേസ്മെന്റ് ഇല്ല, സെയിം സാധനം. പുത്തൻ പുതിയ വണ്ടിയാണ്. 2023 മോഡലാണ്. കിയന്റെ കാരൻസ് അവൈലബിൾ ആണ്.
ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് 7DCT ആണ് വരുന്നത്. കിയൻ്റെ ഷോറൂം ഇവിടെ തന്നെ ഉണ്ട്. ഏകദേശം 24 ലക്ഷത്തിൻ്റെ മേലെ വരുന്ന ഒരു വെഹിക്കിളാണ്. നല്ലൊരു ഡിപ്രിസിയേഷനിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്യുക കറണ്ട് ബൈക്കിൽ. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അത്രയും ഫീച്ചേഴ്സ് എടുത്ത് പറയേണ്ട കിയൻ്റെയോ ഹുണ്ടായിൻ്റെ ഒക്കെ കേസ് എന്ന് വെച്ചാൽ ഫീച്ചർ ലോഡഡ് ആണ് വണ്ടികളൊക്കെ. ഫീച്ചർ ലോഡഡ് അത്രയും ഫീച്ചേഴ്സ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വന്നത്. അത്രയും ബാൻഡ് പിന്നെ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ സീറ്റ് വെന്റിലേഷൻ, AC പ്യൂരിഫിക്കേഷൻ, ആംബിയൻസ് ലൈൻ ഇഫക്റ്റ് എല്ലാം വരും. ഇപ്പം ഇറങ്ങുന്നതിൽ പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മോഡലിൽ സൺറൂഫ് ഉണ്ടാവില്ല. 23 മുതൽ അങ്ങോട്ട് 7 കാരൻസിൽ സൺറൂഫ് ഉണ്ടാവില്ല. പിന്നെ ഓട്ടോമാറ്റിക്കിൽ തന്നെ 7DCT ഓട്ടിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സുഖമാണ്. ഗിയറിന്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും വണ്ടി കയറി പോകുന്നതന്നെ അറിയില്ല. പിന്നെ മൈലേജ് ആവറേജ് എന്തായാലും ഒരു 15-16 റേഞ്ചിൽ മൈലേജും കമ്പനി എക്സ്പെക്ട് ചെയ്യും. എന്നാലും പക്ഷേ മൈലേജിൽ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ട, കാരണം 7 സീറ്റർ ആണ്. നമ്മൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ കിയന്റെ മെയിൻ ആയിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഓടിക്കാനുള്ള ഒരു സുഖം. 7 സീറ്റ് ആണെങ്കിൽ കൂടി ബാക്ക് റോ വരെ AC വെന്റിലേഷൻ ആണ്. വെന്റിലേഷൻ വരുന്നുണ്ട്. ഇരിക്കുന്ന ആളുകൾക്ക് വരെ അത്രയും കംഫർട്ട് ആയിരിക്കും. സാധാരണ തേർഡ് റോയിലൊന്നും അങ്ങനെ വെന്റിലേഷൻ കൊടുക്കാറില്ല. സെക്കൻഡ് റോ നേരെ പാസ് ഔട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുക്കുക. അതെ അതെ അതെ. ഓക്കെ, അടുത്ത ടാറ്റ ടിയാഗോ അല്ലേ? ടിയാഗോ ടാറ്റ വണ്ടി വരെയാണ് സേഫ്റ്റിയിൽ അത്രയും റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. ടിയാഗോക്ക് ഒരു 22 വരെയൊക്കെ 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. 4 സ്റ്റാർ ഇപ്പം 5 സ്റ്റാറിലേക്ക് വന്നു. ഓക്കെ, ഇപ്പം ഇറങ്ങുന്ന ഒന്നുകൂടി സേഫ്റ്റി പുതിയതൊന്നും കൂടി 5 സ്റ്റാറിലേക്ക് വന്നു. ഏതാ മോഡൽ? 20 മോഡൽ ഫുൾ ഓപ്ഷൻ പെട്രോൾ 2020 XZ പ്ലസ്. അലോവിയിൽ എയർ ബാഗ്, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, ബാക്ക് വൈപ്പർ എല്ലാം കവർ ചെയ്യുന്നതാണ്. ഓണർഷിപ്പ് ഇപ്പം എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പിൽ 49,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ 2 കൊല്ലം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പുതിയ ഓൺ ദ റോഡ് ഇപ്പം എനിക്ക് തോന്നുന്നു 880 ഇപ്പം ലൈവ് വില ഉണ്ട്. നമ്മൾ ആസ്കിങ് 590. എത്ര? 590. 2020 ഫുൾ ഓപ്ഷൻ വണ്ടി വിത്ത് വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാം അടക്കം 590 ആണ്. 590 കൊടുക്കാം. ലോൺ ഏകദേശം എത്ര വരും? ഏകദേശം ഒരു 5 lakh വരെ കൊടുക്കാം. 90 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. 90ന്റെ മുകളിൽ ചെയ്യട്ടോ. പ്രൊഫൈൽ അനുസരിച്ചാണ് ആവറേജ് പറയുന്നു. കിലോമീറ്റേഴ്സ് എത്രയായിരുന്നു? 49,000. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 49,000. കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈൽ ഉണ്ട് അല്ലേ? നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ബാക്ക് ടയർ കുറച്ച് കുറവുണ്ട്, ഒരു 60% അടുത്തൊക്കെയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? നല്ല വണ്ടി. അപ്പോൾ ടാറ്റയുടെ ടിയാഗോ ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടി തന്നെയാണ് ടിയാഗോ, നെക്സോൺ അങ്ങനത്തെ വണ്ടികളൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിപ്രിസിയേഷനിൽ തന്നെയാണ്. 590 ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. ചെറിയൊരു നെഗോഷ്യബിൾ ആയിരിക്കില്ലേ റേറ്റ്? നമുക്ക് നോക്കി ചെയ്തോളൂ. ഓക്കെ, അടുത്ത ടാറ്റന്റെ മറ്റൊരു വെഹിക്കിൾ, ടാറ്റ ആൾട്രോസ്. ടിയാഗോന്റെ മറ്റൊരു പതിപ്പ് റേറ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗ്. ഇറങ്ങിയ സമയം മുതലേ 5 സ്റ്റാർ തന്നെയാണ് വരുന്നത്. ഏതാ മോഡല്? 2020 ഫുൾ ഓപ്ഷൻ. 20 മോഡൽ പറഞ്ഞാൽ XZ ആണ് വരുന്നത്. XZ പ്ലസിലേക്ക് ഫുൾ ഓപ്ഷൻ വരും. ഇൻഫോർടൈൻമെന്റിൽ ചെറിയൊരു മാറ്റവും, ബാക്ക് വൈപ്പർ കാര്യങ്ങൾ, അലോവിൽ കാര്യങ്ങളൊക്കെ, പിന്നെ സീറ്റ് കവറും ഉണ്ടാവില്ല. അത്ര ചെറിയ മാറ്റങ്ങൾ. 1.2 ലിറ്റർ 1.2 ടിയാഗോന്റെ വണ്ടി ആൾട്രോസ്, പഞ്ച് ഒക്കെ 1.2 തന്നെയാണ്. പെട്രോൾ മാനുവൽ 1.2 സിംഗിൾ ഓണറിൽ 40,000 കിലോമീറ്റർ പെട്രോൾ. 40,000 കിലോമീറ്റേഴ്സ്. പുതിയ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1050 ആ റേഞ്ചിൽ ഓൺ റോഡ് ഇപ്പോൾ വില ഉണ്ട്. നമ്മൾ അത് ഇറങ്ങിയ ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു 860 ആ റേഞ്ച് ആയിരുന്നു തോന്നുന്നു. അല്ല, സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നത് 9 രൂപ എടുത്ത് ഇപ്പം 10ന്റെ മുകളിലേക്ക് ഓൺ റോഡ് വില. ഇപ്പോഴത്തെ വില കേട്ടോ പറയുന്നത്. ഇറങ്ങിയ സമയത്ത് 9 രൂപ എടുത്ത് വരണ്ടായിരുന്നു. നമ്മൾ ആസ്കിങ് 660. ഓ, 2 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാം അടക്കം 660. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി. എങ്ങനെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, എല്ലാം ബാക്കി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഹിസ്റ്ററി എടുത്തിട്ട് കൺഫേം ആക്കിയിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി. നമ്മൾ പറഞ്ഞാൽ ഈ ഇപ്പോൾ മേജർ ആക്സിഡൻ്റ് ഉള്ള വണ്ടികൾ ഒരിക്കലും കൊടുക്കാറില്ല. മേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്രോണ്, ചേസ്, പിന്നെ കിലോമീറ്റർ റിട്ടർഷൻ, ഫ്ലഡ് എഫക്റ്റഡ്, ഈ വണ്ടികൾ നമ്മൾ കൊടുക്കാറില്ല. ബാക്കിയുള്ള ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വണ്ടി ഫിസിക്കലി വേറെ ചേസ്, ആ ചേസിന് എന്തെങ്കിലും കോട്ടങ്ങൾ പറ്റിയാൽ നമുക്ക് മനസ്സിലായില്ല. ബാക്കിയുള്ളതൊക്കെ ബോഡി പാർട്സുകളാണ്. അപ്പോൾ റോഡുമ്പോൾ കൂടി ഓടുന്ന വണ്ടിയാണെങ്കിൽ എന്തായാലും ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചില ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല, ചില ആൾക്ക് ചില ആളുകളെ മൈൻഡ് കൊണ്ട് എല്ലാവരും ഒരേ മൈൻഡ് ആയിരിക്കില്ല. ചില ആൾക്ക് സ്കിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ഡാമേജ് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇഞ്ചറി എന്താ ഉള്ളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ തരില്ല. 14 രജിസ്ട്രേഷൻ അല്ലേ? KL 14 രജിസ്ട്രേഷൻ, കാസർഗോഡ് രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ ടാറ്റയുടെ മറ്റൊരു വെഹിക്കിൾ ആൾട്രോസും കൂടി അവൈലബിൾ ആണ്. സേഫ്റ്റിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വണ്ടികളാണ് ടിയാഗോ, ആൾട്രോസ് എല്ലാം. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്യുക കറണ്ട് ബാഗിൽ. ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ ബേസ് മോഡലാണ് വരുന്നത്. S ആണ് വരുന്നത്. ബേസ് മോഡലാണ്. ഒരു ഇറങ്ങുന്ന സമയത്ത് 12 ലക്ഷം രൂപയുടെ റേഞ്ചിൽ വില ഉള്ളതാണ്. പെട്രോൾ എഞ്ചിനിൽ 1.6. ബേസിൽ പെട്രോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്രോൾ എഞ്ചിനാണ്. പിന്നെ ലോങ് ഡ്രൈവ് ഒക്കെ
1.6 ഡ്രൈവിംഗ് പറഞ്ഞാൽ കംഫർട്ടായിട്ട് അടിപൊളിയാണ്. കാരണം ക്രെറ്റ യൂസ് ചെയ്തവർക്ക് അറിയാം അന്നും ഇന്നും ഒരേ മാർക്കറ്റിലെ കത്തി നിൽക്കാനുള്ള കാരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ്. അത്രയും ഡ്രൈവിംഗ് റീസെന്റ് തേർഡ് ജനറേഷൻ ഇറങ്ങി ഉണ്ടായിന്റെ വണ്ടികൾ അത്രയും ഫാസ്റ്റ് മൂവിംഗ് ഉള്ള ഒരു വണ്ടി വേറെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറഞ്ഞാൽ പഴയ ഇയോണ് ഈ ഒരു കാറ്റഗറി കഴിഞ്ഞാൽ നേരെ പോകുന്നതാണ് ഈ വെർണ ക്രെറ്റ ആ ഒരു കാറ്റഗറിയിലേക്ക്. ഇതിപ്പോ ഓണർഷിപ്പ് എങ്ങനെയാ? സെക്കൻഡ് ഓണർഷിപ്പിൽ 69,000 കിലോമീറ്റർ പെട്രോൾ 69. നമുക്ക് 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റുള്ളൂ. 15 വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 699. 699. 6,99,000 റേഞ്ചിൽ കൊടുക്കുക. 2015 മോഡല് 15 ഇറങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് 1270 ഓൺ റോഡ് വരാണ്ട്. ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് നമുക്ക് ഇപ്പൊ 699 നമ്മൾ ആസ്കിംഗ്. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, നല്ല വണ്ടി. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈൽ അല്ലേ? തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ടയർ ഓൾമോസ്റ്റ് ഒരു 60% എടുത്ത ടയറുള്ളൂ. ടയർ ഒരു 16 കിലോമീറ്റർ ഒക്കെ ഓടിയാൽ ടയർ കാണ്ടി വരും. ഇന്റീരിയർ വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമൽ റേഞ്ചിൽ 4 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള ഒരു വണ്ടി എല്ലാം വരുന്നുണ്ട് ഒരു നോർമൽ റേഞ്ചിൽ. പിന്നെ ഒരു SUV കാറ്റഗറിയിൽ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി, ഒരു 6 ലക്ഷം റുപ്യ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റിയ ഈ കാറ്റഗറിയിൽ വന്ന നല്ലൊരു വണ്ടിയും കൂടിയാണ് പറ്റാന്ന് അറിയുന്നത്. ആ കാറ്റഗറിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി കൂടിയാണ്. ഓക്കെ, അടുത്ത ഒരു ടാറ്റ നെക്സോൺ EV. എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും ഇവിടെ EV പോകല്ലേ ഡൗട്ട് ആയിരിക്കും. ഇതിപ്പോ നമ്മള് ഫസ്റ്റ് വീഡിയോയിൽ ഒരു EV ഉണ്ടായിരുന്നു, പിന്നെ രണ്ടാമത് വേറെ ഒരു ഉണ്ടായിരുന്നു. ഇതിപ്പോ വന്നത് ലേറ്റസ്റ്റ് വണ്ടിയാണ് KL13. ഇതിന്റെ മുന്നേ നമ്മൾ കണ്ടത് KL58 ഉണ്ടായിരുന്നു, KL08 ഉണ്ടായിരുന്നു. രണ്ടു വണ്ടി സോൾഡ് ഔട്ട് ആയി. ഇപ്പൊ വന്നത് ലേറ്റസ്റ്റ് വണ്ടി EV 2021 ഫുൾ ഓപ്ഷൻ. 21 മോഡൽ ഫുൾ ഓപ്ഷൻ. ഒരു 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഇത് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. 40,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് ഇപ്പോ സിംഗിൾ ഓണർഷിപ്പ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു പുതിയ അന്ന് ഇറങ്ങുന്ന സമയത്ത് 18-19 ലക്ഷം റുപ്യ എടുത്ത് ഇതിന് വില ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ ചോദിക്കുന്നത് 13-10. 13-10 നമ്മളിപ്പോ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട്. ഇത് പ്രൈമാണ് കേട്ടോ വരുന്നത്. പ്രൈം പറഞ്ഞാൽ ഏകദേശം ഒരു 300-350 റേഞ്ച് കമ്പനി പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അത്ര പറയുന്നില്ല. നമ്മൾ പ്രീവിയസ് കസ്റ്റമർക്ക് കൊടുത്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ പറയുന്നത് അവർക്ക് കിട്ടുന്ന റേഞ്ച് പറഞ്ഞാൽ 240-250 റേഞ്ച് മാക്സിമം. അവരെ നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ട് പലരോട് എടുത്തതിന് ശേഷം പഴയ കസ്റ്റമറോട് അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. 240-250 റേഞ്ചിൽ ആവറേജ് നിങ്ങൾക്ക് എന്തായാലും. അതായത് 5 പേര് പോവുകയാണെങ്കിൽ നമുക്ക് ചാർജിങ്ങിലായിട്ട് 240-250 റേഞ്ച് എന്തായാലും കിട്ടും. പിന്നെ വീട്ടിലൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു 6-7 മണിക്കൂർ ഇത് വേണം വീട്ടിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ. മറ്റേ ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ മാക്സിമം ഒരു 1.5 മണിക്കൂർ ചാർജ്. 1.5 മണിക്കൂർ. നമുക്ക് ഏകദേശം ഒരു എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. 10 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ലോണും കയറും. അപ്പൊ ടാറ്റയുടെ നെക്സോൺ EV ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു എന്താ പറയാ അധികം ഓടാത്തൊരു വണ്ടി തന്നെയാണ്. ലോ കിലോമീറ്റേഴ്സ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. EV നോക്കുകയാണെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യാം. അടുത്ത് വെർണ ഓട്ടോമാറ്റിക് ആട്ടോ, CVT ഗിയർ ബോക്സ്. CVT വരുന്നത് 2017 പാണ്ട് രജിസ്ട്രേഷനിൽ ഇറങ്ങിയ XS സൺറൂഫ് അടക്കമുള്ള ഫുൾ ഓഫ് പെട്രോൾ ഓട്ടോമാറ്റിക്. 1.6 ആണ് MGCC വരുന്നത്. 27,000 കിലോമീറ്റർ ഓടിക്കും. ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഇപ്പൊ ഏകദേശം ഇതിന്റെ പുതിയ ഏകദേശം 20 ലക്ഷത്തിന്റെ അടുത്തായിട്ട് ഓൺ റോഡ് റേറ്റ് വരുന്നുണ്ട്. അതായത് ഫ്രണ്ട് ഗില്ല് കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്ന് ബാക്കിയൊക്കെ സെയിം തന്നെ. എഞ്ചിന് 1.6 തന്നെയല്ലേ? ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. ഓട്ടോമാറ്റിക് വണ്ടിക്ക് 20 റേഞ്ചിലായിട്ട് ഇപ്പം പ്രൈസ് വരും. ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല, നല്ല വണ്ടി. സർവീസ് കാര്യങ്ങൾ നമ്മളെ 2 ഇയർ വാറന്റി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ അഡീഷണൽ ചെയ്താന്ന് തോന്നുന്നു. അതൊക്കെ അഡീഷണൽ ആയിട്ട് കമ്പനിയല്ല, ഇത് കമ്പനിയായിട്ട് വരുന്നതാണ്. അന്ന് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ, ബിൽഡായിട്ട് വരുന്നതാണ്. എയർ ബാഗ് കാര്യങ്ങൾ, അലോ വീൽസ്, സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. പിന്നെ 1.6 പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി ആയത് തന്നെ അത്യാവശ്യം ഒരു മൈലേജ് കുറച്ച് ഒരു 10 റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ അത്യാവശ്യം ഓട്ടത്തിന് മാത്രം എടുക്കുന്ന ആളുകൾ, അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ആളുകൾ മാത്രമേ വണ്ടി എടുക്കൂ. കാരണം മൈൻറ്റെനൻസ് ഒന്ന് ചെറിയ ഓട്ടങ്ങൾ ഒന്നിക്കിയ ഡോക്ടേഴ്സ് അങ്ങനെ കുറച്ച് ബിസിനസ് ആയിട്ടുള്ള ആളുകൾ ക്ലാസ് ആയിട്ടുള്ളതൊക്കെ കാണും. കിലോമീറ്റേഴ്സ് എത്ര പറഞ്ഞു? 27,000. നമുക്കൊരു ഏകദേശം ഒരു 8 ലാഖിന്റെ അടുത്ത് വരെയൊക്കെ ലോൺ ചോദിക്കാം. നമ്മൾ ചോദിക്കുന്ന വില 870 കേട്ടോ. 870 ഏകദേശം നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ 8 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലോണും കയറും. അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണല്ലോ. ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഒരു എന്തായാലും ഒരു 17 വാണ്ടിന്റെ റേഞ്ചിൽ ഇപ്പോൾ പുതിയ വണ്ടിക്ക് ഓൺ റോഡ് വില വരുന്നുണ്ട്. ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 15 ലക്ഷം രൂപയുടെ മുകളിൽ ഓൺ റോഡ് ഈ വണ്ടിക്ക് വരണം. ഓക്കെ, അപ്പോൾ മൈലേജ് എക്സ്പെക്ട് ചെയ്യണ്ട. മൈലേജ് ഒരു 10-12 1.6 ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ച് നല്ല പെർഫോമൻസ് ആണ് കാര്യങ്ങൾ. ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കരമായിരിക്കും, നല്ല സ്മൂത്ത് ആയിരിക്കും. മൈലേജ് നോക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഉള്ളതെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നത്. അതെ. ഉണ്ടായിട്ട് നല്ലൊരു വെർണ ഇവിടെ അവൈലബിൾ ആണ്.
അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്യാം. അടുത്തത് നമ്മൾ ഒരു പുലിക്കുട്ടൻ ആൾട്ടിൻ്റെ ഡസ്റ്ററിൽ ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ വണ്ടി. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഡീസലിൽ വളരെ റയറാണ് കിട്ടാൻ വരുന്നത്, പ്രത്യേകിച്ച് ഡസ്റ്റർ പോലുള്ള വണ്ടികൾ. പിന്നെ ഓണർഷിപ്പ് 110 BS സിംഗിൾ ഓണർഷിപ്പ് വേരിയന്റ് ഏതായിരുന്നു? വേരിയന്റ് പറഞ്ഞാൽ RXL ആണ് വരുന്നത്, ഏകദേശം ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴത്തായിട്ട് വരുന്നത്. ഓക്കെ. കിലോമീറ്റർ വരുന്നത് 1.26 ഓടി ഉണ്ട്. എസ്സറെ സംബന്ധിച്ച് പറഞ്ഞാൽ 1.26 എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടമല്ല, 2-3 ലക്ഷം കിലോമീറ്റർ കൂളായിട്ട് ഓടുന്ന സാധനമാണ്, പ്രത്യേകിച്ച് 110 BS ആണ്. പിന്നെ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇനി അങ്ങോട്ട് വരാനുള്ളത് പറഞ്ഞാൽ ഏകദേശം 1.80 ഒക്കെ സർവീസാണ് ഇനി വരാനുള്ളത്. ഓക്കെ. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 6.65 ചോദിക്കുന്നത്. കറന്റ് ഇപ്പോൾ എങ്ങനെ ഓണർഷിപ്പ് എടുക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ഒറ്റ ആൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ അടുത്ത് വേറൊരു EV വണ്ടി ഉണ്ടായിരുന്നു, നെക്സോൺ EV. അവര് നമ്മൾ എടുക്കുന്ന EV എടുത്തിട്ട് ആൾ അത്രയും കുറച്ച് ഓട്ടമുള്ള ആളാണ്, അവർ നേരെ നമുക്ക് കൊടുത്തു. എക്സ്ചേഞ്ച് അതും ഓട്ടോമാറ്റിക് വരുന്നുണ്ട് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഡീസൽ ഓട്ടോമാറ്റിക് വളരെ ഡസ്റ്ററൊക്കെ വളരെ റയറാണ്, അത്രയും കിട്ടാൻ വളരെ ഹിസ്റ്ററി ഉണ്ടാവില്ല. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ്. മൈലേജ് ഏകദേശം നമുക്ക് 20ന്റെ അടുത്തൊക്കെ ആയിട്ട് മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് എങ്ങനെയാ ഇപ്പോൾ ആസ്കിംഗ് വന്നത്? 6.65 ഏകദേശം ഒരു 5-6 വരെയൊക്കെ ലോഞ്ച് കൊടുക്കും. ഒരു 1 lakh IP ഇറങ്ങി കൊടുക്കും. അതെ അല്ലേ? പിന്നെ 1 lakh അടിയെ കൊണ്ട് നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വാറണ്ടി ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ക്രൈറ്റീരിയ അങ്ങനെ ആയതുകൊണ്ട് 1 lakhന്റെ മുകളിലുള്ള വണ്ടികൾക്ക് RSI മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. നല്ല അത്യാവശ്യം ഡസ്റ്ററിന് കാരണം ഒരുപാട് എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പൊതുവെ നല്ലൊരു എൻക്വയറീസ് നല്ലൊരു വണ്ടിയും കൂടിയാണ്. ഇപ്പോൾ റെനോൾട്ടിൻ്റെ ഒരു നല്ലൊരു ഡസ്റ്റർ ഇവിടെ അവൈലബിൾ ആണ്. 2016 മോഡൽ, ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ റെനോൾട്ട് വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അത്യാവശ്യം ഒരു 10 കാറിൻ്റെ അടുത്തായിട്ട് കാണിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ഞാനിവിടെ സിട്രോണിൻ്റെ C3 ഒക്കെ കാണുന്നുണ്ട്. സിട്രോൺ ഉണ്ട്, മാഗ്നൻ ഉണ്ട്. പക്ഷേ അതിൽ കുറേ വണ്ടികളൊക്കെ ബുക്കിംഗ് ആണ്, വണ്ടികൾ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വണ്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ വണ്ടികൾ നമ്മൾ കാണിക്കാത്തത്. പിന്നെ കുറേ വണ്ടികൾ ഇനി പുതിയ സ്റ്റോക്ക് വരാനുണ്ട്, പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത്. ഏകദേശം ഒരു മാസം 15-ന് ശേഷമൊക്കെ നല്ല കളക്ഷൻ വരും. പിന്നെ അതേപോലെ തന്നെ നല്ല ഓഫേഴ്സുകൾ അനൗൺസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും അടുത്ത തന്നെ ഒരു വീഡിയോ കൂടി പ്രതീക്ഷിക്കാം. ഈ ഒരു മാസം എന്തായാലും പകുതിയായിപ്പോൾ ഏകദേശം ലാസ്റ്റിലേക്കൊക്കെ ഒരു 22-ആം തീയതി ഒക്കെ ആകുമ്പോൾ നമ്മളൊരു വീഡിയോ കൂടി എന്താണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ. ഓഫറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുമ്പോൾ. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ ഇന്നത്തെ കാണിച്ച കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം നല്ല എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉള്ള വെഹിക്കിൾസ്, എല്ലാ കാറ്റഗറിയുള്ള വെഹിക്കിൾസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഷോറൂമിൽ വന്നാൽ തന്നെ കാണാം. കാരണം C3, സിട്രോണിൻ്റെ C3, അതുപോലെ തന്നെ മാഗ്നൈറ്റ്, അങ്ങനെ ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നോക്കാൻ പോകും മാക്സിമം. ഞാൻ എന്താ പറഞ്ഞാൽ ഇപ്പം കൂടുതൽ വേറൊരു മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കൊണ്ട് കുറച്ചും കൂടി എൻഗേജ്ഡ് ആയി. അപ്പം വേറെ വേറെ പ്ലാറ്റ്ഫോമിലേക്ക് മാറേണ്ടതിനെ കൊണ്ടാണ് പുതിയ ആളുകൾ വരുന്നത്. മനസ്സിലായി. സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്.